കോട്ടയം തിക്കോയിൽ അവിടെ ഉരുൾപൊട്ടലുണ്ടായി വലിയ നാശമാണ് ഉണ്ടായത്. അവിടെ നിന്ന് വിവരങ്ങളുമായി ശ്യാം പ്രസാദ് ഉത്തമനുണ്ട്. ശ്യാം, വല്ലാതെ സങ്കടപ്പെടുത്തുന്ന വാർത്തകളാണ് കോട്ടയം ജില്ലയിൽ നിന്നൊക്കെ പ്രത്യേകിച്ചും വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സംഭവ സ്ഥലത്തേക്ക് ശ്യാം എത്തിയിട്ടുണ്ട്. എന്താണ് അവിടുത്തെ സ്ഥിതി? കോട്ടയത്തെ തീക്കോയിൽ വിവിധ ഇടങ്ങളിലാണ് ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് മാർമല അരുവിക്ക് സമീപത്താണ്. ഇവിടെ ആ ഒരു റോഡ് പൂർണ്ണമായിട്ടും ഒലിച്ചുപോയി നാം കണ്ടു. ആ കാണുന്ന മല ഇങ്ങോട്ടേക്ക് ഇടിഞ്ഞു വീഴുകയായിരുന്നു. വലിയ മല, അത് ഉരുൾപൊട്ടൽ പോലെ വലിയ ഒരു ആഘാതം പോലെ ഇങ്ങോട്ടേക്ക് ഇടിഞ്ഞു വീഴുന്നു. ഈ കാണുന്ന റോഡാണ്. ഈ റോഡ് മുഴുവൻ ഇപ്പോൾ ചെളിയും മരങ്ങളുമൊക്കെ ആയിട്ട് നിറഞ്ഞു നിൽക്കുകയാണ്. അത് തൊട്ടപ്പുറത്ത് ഇവിടെ പാർക്ക് ചെയ്തിരുന്ന ഒരു ഓട്ടോ ഉണ്ട്. ആ ഓട്ടോ പൂർണ്ണമായിട്ടും നശിച്ചിട്ടുണ്ട്. അതിന് താഴെയുള്ള 2 വീടുകൾക്ക് പൂർണ്ണമായിട്ടും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. കാരണം വീടിനുള്ളിലേക്കടക്കം ചെളിയും മണ്ണുമൊക്കെ നിറഞ്ഞു കയറിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഇവിടെ ശക്തമായ മഴയുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും ഉരുൾപൊട്ടാനുള്ള സാധ്യതയും മറ്റും ഉണ്ടെന്നൊക്കെയാണ് നാട്ടുകാർ പറയുന്നത്. ചേട്ടാ, ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ഇപ്പോൾ ഇതുപോലെ മഴ പെയ്താൽ വീണ്ടും ഇവിടെ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടാവും. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പ്രശ്നമാണ്. അല്ല, ഇത് ഇപ്പൊ എത്ര മണിയോട് ഇത് സംഭവിക്കണേ? ഇന്നലെ ഇതൊരു സമയം രാത്രി 11-12 മണി ആയി കാണും. ആ സമയത്താണ് സംഭവിക്കുന്നത്. ഇപ്പോൾ എന്തൊക്കെയാ ഇപ്പൊ നഷ്ടം ഉണ്ടായേക്കണേ? ഇവിടെ മാത്രമല്ല, അപ്പുറത്ത് ആ റോഡ് പോയി, പിന്നെ മേളി 4 വീട് പോയിട്ടുണ്ട്, റോഡെല്ലാം പോയിട്ടുണ്ട്. അവിടെ 2 ഉരുൾ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ തൂക്കുവാലം പോയി. അങ്ങനെ ഈ അരുവി റോഡ് പൂർണ്ണമായിട്ടും റോഡ് പോയിട്ടുണ്ട്. പല സ്ഥലത്തും ഇടിഞ്ഞിട്ടുണ്ട്. എല്ലാം വീടുകൾക്കെല്ലാം നാശം. ഈ മേളത്തെ വീടായാലും മൊത്തം ഇടിഞ്ഞു നിൽക്കുക. അതിന് അവിടെ താമസിക്കാൻ പറ്റിയല്ല, ആ രീതിയായി. ഇനിയിപ്പോൾ എല്ലാം ഇത് കൂട്ട് മഴയാണെങ്കിൽ ഇനിയും ഉണ്ടാവും. ഇനിയും ഉരുളോട്ടലുണ്ടാവും ഇവിടെ. എന്നാലും ഇവിടെ അത്ര നിൽക്കുന്നത് അത്ര സേഫ് അല്ല. പക്ഷേ എങ്കിൽ പോലും വലിയ രീതിയിലുള്ള ഉരുൾപൊട്ടൽ തന്നെയാണ്. നമുക്കിത് മുകളിൽ കാണാൻ ദൃശ്യങ്ങൾ. വലിയ ഒരു മല പോലെ കുത്തി ഒലിക്കുന്ന ഒരു അവസ്ഥയാണ്. വെള്ളം ഇങ്ങനെ കുത്തി ഒലിക്കുകയാണ്. അതിനിടയിലാണ് ഒരു ഓട്ടോ അടക്കം ഇവിടെ പോയിരിക്കുന്നത്. തൊട്ടപ്പുറത്തെ മുകളിൽ നിരവധി വാഹനങ്ങൾ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ കുറേ അധികം വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ നാട്ടുകാരും മറ്റുമൊക്കെ പറയുന്നത്. പക്ഷേ ഇങ്ങോട്ടേക്ക് ആർക്കും തന്നെ എത്തിപ്പെടാനും പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ റോഡ് പൂർണ്ണമായിട്ടും ഇല്ലാതായ ഒരു അവസ്ഥയാണ് നിലവിൽ നമുക്ക് ഇവിടെ വരുമ്പോൾ കാണാൻ കഴിയും. ഇന്നലെ രാത്രിയിലത്തെ മഴ, ഇതിപ്പോഴും മഴ തുടരുകയാണല്ലോ. അതുകൊണ്ട് അവർ പറഞ്ഞ പോലെ ഇനിയും അപകട സാധ്യതകളുണ്ട്. അങ്ങനെ എന്തെങ്കിലും ആളുകളെ മാറ്റിപ്പാർപ്പിക്കലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ വേണ്ട ആവശ്യമുണ്ടോ അവിടെ? നിലവിലിപ്പോൾ ഇവിടെ നിന്നുള്ള ആളുകൾ സ്വയം ഒഴിഞ്ഞുപോയി എന്നാണ് പലരും പറഞ്ഞിരിക്കുന്നത്. കാരണം ഇന്നലെ രാത്രി ഏകദേശം 11 മണിക്കും 1 മണിക്കുമൊക്കെ ഇടയിലായിട്ടാണ് ഈ വലിയ രീതിയിലുള്ള ഉരുൾപൊട്ടൽ ഇവിടെ ഉണ്ടാകുന്നത്. തൊട്ട് താഴെയുള്ള വീടുകളിൽ നിന്നുള്ള താമസവാസികൾ എല്ലാവരും തന്നെ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോയിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. താഴെ കാണുന്ന ഇടങ്ങളിലൊക്കെ വലിയ തോതിൽ ചെളിയും മണ്ണുമൊക്കെ നിറഞ്ഞ അവസ്ഥയാണുള്ളത്. ഒരു ഓട്ടോ പൂർണ്ണമായിട്ടും ഒലിച്ചു പോയിട്ടുണ്ട്. ഇവിടെ റോഡിൽ പാർക്ക് ചെയ്തിരുന്ന ഓട്ടോയാണ്. ആ ഓട്ടോയാണ് പൂർണ്ണമായിട്ടും ഒലിച്ചു പോയത്. തൊട്ടപ്പുറത്ത് ഈ 30 ഏക്കർ എന്ന് പറയുന്ന തൊട്ടപ്പുറത്തൊരു സ്ഥലമുണ്ട്. അവിടെ നിരവധി വാഹനങ്ങൾ പോയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഒരു പക്ഷേ ഇത് കഴിഞ്ഞ് ഇനി അങ്ങോട്ടേക്ക് പോകേണ്ടതുണ്ട്. കാരണം 30 ഏക്കറിലൊക്കെ വലിയ രീതിയിൽ ഏകദേശം 8ഓളം വീടുകൾ അവിടെ തകർന്നിട്ടുണ്ട് എന്നാണ്, ഈ ഉരുൾപൊട്ടലിൽ പോയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. തൊട്ടിപ്പുറത്താണ് ഈ മാർമല അരുവി ഒരുങ്ങുന്നത്. ഇവിടെയൊക്കെ വിനോദസഞ്ചാര കേന്ദ്രമാണ്. ഇവിടെ സാധാരണഗതിയിലൊക്കെ വലിയ തോതിൽ തിരക്കുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ കേരള പോലീസ് ഇവിടെ തന്നെ ബാരിക്കേഡും കാര്യങ്ങളൊക്കെ എപ്പോഴും തിരക്കുള്ള സമയങ്ങളിലൊക്കെ സ്ഥാപിക്കാറുള്ള ഇടം കൂടിയാണ്. നമുക്ക് കാണാം, ആ കാണുന്ന അരുവി അവിടെ വലിയ തോതിൽ ശക്തമായ രീതിയിൽ ഇപ്പോൾ വെള്ളക്കെട്ട് പോലെ ഒരു വെള്ളം കുത്തിയൊലിച്ച് ഒഴുകുന്നത് നമുക്ക് ഒരുപക്ഷെ അപ്പുറത്തേക്ക് ഒരുപക്ഷെ ക്യാമറ തിരിച്ചു കഴിഞ്ഞാൽ അവിടെ കാണാം. നമുക്ക് ആ അരുവി ഒന്ന് ഒരുപക്ഷെ കാണിക്കാമെന്ന് തോന്നും. ആ അരുവി കാണാനൊക്കെ ആയിട്ട് നിരവധിയായിട്ടുള്ള വിനോദസഞ്ചാരികളും മറ്റുമൊക്കെ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നതാണ്. എന്തായാലും ഇവിടെ ഇപ്പോൾ ഈ റോഡ് പൂർണ്ണമായിട്ടും ഒലിച്ചു പോയൊരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ടേക്കുള്ള ഗതാഗത സഞ്ചാരം പൂർണ്ണമായിട്ടും ഇല്ലാതായിരിക്കുന്നു. ഇവിടെ ഏകദേശം 50ഓളം വീട്ടുകാർ പൂർണ്ണമായിട്ടും ഒറ്റപ്പെട്ട ഒരവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. അവരെ ഇനി മാറ്റിപ്പാർപ്പിക്കേണ്ടതുണ്ട്. അതുൾപ്പെടെ ഈ പഞ്ചായത്ത് അധികൃതർ അടക്കം ചെയ്യേണ്ടതുണ്ട്. നിലവിലിപ്പോൾ ഇങ്ങോട്ടേക്ക് ആർക്കും തന്നെ എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇവിടെ നിന്നുള്ള ആളുകളൊക്കെ സ്വയം ഒഴിഞ്ഞുപോയി എന്നാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വീട്ടുകാരും മറ്റുമൊക്കെ ഈ ഇതിനോട് ചേർന്നുള്ള ആളുകളൊക്കെ പറയുന്നത്. ഇവിടുത്തെ വീടുകളിലൊന്നും തന്നെ നമുക്കിപ്പോൾ ആരെയും തന്നെ കാണാനും കഴിഞ്ഞിട്ടില്ല. ദിവിഷ്. ശരി, കോട്ടയത്തെ തിക്കോയിൽ നിന്നുള്ള വിവരങ്ങളാണ്, കാഴ്ചകളാണ് ശ്യാം പ്രസാദ് ഉത്തമൻ നമ്മളോട് പങ്കുവച്ചത്. അവിടെ നേരത്തെ നാട്ടുകാർ സംസാരിച്ച പോലെ തന്നെ ഇനിയും മഴ തുടരുകയാണെങ്കിൽ വീണ്ടും ഉരുൾപൊട്ടിയേക്കുമെന്ന ഒരു ആശങ്ക അവർക്കിടയിലുണ്ട്. ഇപ്പോൾ കാണിച്ചു തന്ന പോലെ ആ മുകളിൽ നിന്ന് മണ്ണും വെള്ളവും കല്ലും എല്ലാം കൂടി ഒലിച്ചിറങ്ങിയായിരുന്നു. റോഡിന് സൈഡിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷ തവിടുപൊടിയായി താഴേക്ക് വീണ് കിടക്കുന്നു. ആ താഴെ ഭാഗത്തുള്ള വീടുകളിലെ താമസക്കാരൊക്കെ ഈ ഒരു അപകട സാധ്യത മുന്നിൽ കണ്ട് മാറിയിരുന്നു എന്നത് ആശ്വാസകരമായ കാര്യമാണ്. നമുക്ക്